തരൂർ കഴിഞ്ഞ 2 മാസങ്ങളായി നടത്തിവരുന്ന കോൺഗ്രസ് വിരുദ്ധ പരാമർശങ്ങളിൽ ഏറ്റവും അധികം സന്തോഷിച്ചത് CPM ആണ്. ശശി തരൂർ വിശ്വപൗരനാണെന്നും വിവരമുള്ള നേതാവാണെന്ന് വരെ CPM പറഞ്ഞു. കോൺഗ്രസിനുള്ളിൽ നിന്ന് ആരെങ്കിലും കോൺഗ്രസിനെ എതിർക്കുന്ന സാഹചര്യമുണ്ടായാൽ ആ നേതാവിനെ മഹത്വവൽക്കരിക്കുന്ന സമീപനമാണ് CPM സ്വീകരിക്കുന്നത്. പിന്നീട് ആ നേതാവിനെ പാർട്ടിക്കുള്ളിൽ എത്തിക്കാനും CPM ശ്രമിക്കുകയും ചെയ്യും. ശശി തരൂരിന്റെ കാര്യത്തിലും CPM സമീപനം അതുതന്നെയായിരുന്നു. എന്നാൽ CPMനെ കടന്നാക്രമിച്ച് ശശി തരൂർ രംഗത്ത് വന്നതോടെ CPMന് ഓടി ഒളിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത്രയും നാളും മഹത്വവൽക്കരിച്ചിരുന്ന ശശി തരൂർ ഒറ്റയടിക്ക് CPMനെ വിഴുങ്ങിയതോടെ മറുപടിയില്ലാതെ വലയുകയാണ് CPM ചെയ്തിരിക്കുന്നത്. സ്വകാര്യ സർവകലാശാലകളെ എതിർത്തിരുന്ന LDF ഇപ്പോൾ അധികാരത്തിലെത്തിയപ്പോൾ അതിന് അനുമതി നൽകുന്ന ബിൽ പാസാക്കിയ നടപടി ചൂണ്ടിക്കാട്ടിയായിരുന്നു തരൂരിന്റെ പരിഹാസം വന്നത്. കമ്മ്യൂണിസ്റ്റുകൾ ഒരു ദിവസം 21ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുമെന്ന് തനിക്കുറപ്പുണ്ട് എന്നും അത് പക്ഷേ സംഭവിക്കുക 22ാം നൂറ്റാണ്ടിലായിരിക്കും എന്നുമാണ് തരൂർ പരിഹസിച്ചത്. തന്റെ എക്സിലൂടെയായിരുന്നു തരൂരിന്റെ പ്രതികരണം. ഇന്ത്യയിൽ ആദ്യമായി കമ്പ്യൂട്ടറുകൾ വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകൾ പൊതുമേഖലാ ഓഫീസുകളിൽ കയറി അവ തല്ലിപ്പൊട്ടിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയ ശശി തരൂർ ഇന്ത്യയിൽ മൊബൈൽ ഫോണുകൾ കൊണ്ടുവരുന്നതിനെ എതിർത്ത ഒരേ ഒരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്നും പറയുന്നുണ്ട്. ശശി തരൂരിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ തുറക്കാൻ അനുമതി നൽകി. അങ്ങനെ കേരളത്തിലെ LDF സർക്കാർ ഒടുവിൽ ശരിയായ കാര്യം ചെയ്തിരിക്കുകയാണ്. പതിവ് പോലെ തീരുമാനം ഏതാണ്ട് 15 മുതൽ 20 വർഷം വൈകിയാണ് വന്നത്. 19ാം നൂറ്റാണ്ടിലെ പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിൽക്കുന്നവരുടെ കാര്യത്തിൽ ഇത് സാധാരണയായി സംഭവിക്കാറുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി കമ്പ്യൂട്ടറുകൾ വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകൾ പൊതുമേഖലാ ഓഫീസുകളിൽ കയറി അവ തകർക്കുകയായിരുന്നു എന്ന കാര്യം ഒരിക്കലും മറക്കരുത്. ഇന്ത്യയിൽ മൊബൈൽ ഫോണുകൾ അവതരിപ്പിക്കുന്നതിന് എതിർത്ത ഒരേ ഒരു പാർട്ടിയും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ഈ മാറ്റങ്ങളുടെ യഥാർത്ഥ ഗുണഭോക്താവ് സാധാരണക്കാരാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് വർഷങ്ങൾ എടുത്തു എന്നും ആ സാധാരണക്കാരന് വേണ്ടിയാണ് തങ്ങൾ സംസാരിക്കുന്നത് എന്നാണ് അവർ എപ്പോഴും അവകാശപ്പെടുന്നത്. ഒടുവിൽ അവർ ഒരു ദിവസം 21ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ അത് 22ാം നൂറ്റാണ്ടിൽ മാത്രമായിരിക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തരൂർ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. തരൂരിനെ വാനോളം പുകഴ്ത്താൻ സമയം കണ്ടെത്തിയ CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കന്മാർക്ക് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളതെന്ന ചോദ്യവും ബാക്കിയാകുന്നു.